എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നക്ഷത്രം നമ്മൾ ഉത്രാടം വരെയാണ് പറഞ്ഞു നിർത്തിയത്. അപ്പോൾ ഇവിടെ തിരുവോണം മുതൽ രേവതി വരെയുള്ള നക്ഷത്രങ്ങളുടെ ദോഷഫലങ്ങളും അതിൻ്റെ പരിഹാരങ്ങളുമാണ്. അപ്പോൾ തിരുവോണത്തിന് രാഹു, ശനി, കേതു എന്നീ ദശാകാലങ്ങളിൽ ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. അത്തം, രോഹിണി, തിരുവോണം നാളുകൾ ക്ഷേത്ര ദർശനം നടത്തുന്നത് ഫലപ്രദമാണ്. തിരുവോണവും തിങ്കളാഴ്ചയും ചേർന്ന് വരുന്ന ദിവസങ്ങളിൽ ദേവീ ക്ഷേത്ര ദർശനവും പൂജയും നടത്തുന്നത് ഉത്തമമായിരിക്കും. ചതയം, ഉത്രിട്ടാതി, മകം, അശ്വതി, പൂരം, ഉത്രം എന്നിവ തിരുവോണക്കാർക്ക് പ്രതികൂല നക്ഷത്രങ്ങളാണ്. വെളുപ്പ്, കറുപ്പ് എന്നിവ അനുകൂല നിറങ്ങളുമാണ്. തിരുവോണം നക്ഷത്രത്തിൻ്റെ ദേവത വിഷ്ണുവാണ്. ആയതിനാൽ വിഷ്ണു മന്ത്രം നിത്യവും ജപിക്കുന്നത് ഉത്തമമാണ്. ഓം വിഷ്ണവേ നമഃ ഇതാണ് മന്ത്രം. അടുത്തത് അവിട്ടമാണ്. ബുധൻ, വ്യാഴം, ശുക്രൻ എന്നീ ദശാകാലങ്ങളിൽ ദോഷപരിഹാര ക്രിയകൾ അനുഷ്ഠിക്കണം. മകീരം, ചിത്തിര, അവിട്ടം നക്ഷത്രങ്ങളിൽ പതിവായി ക്ഷേത്ര ദർശനം നടത്തുന്നത് നല്ലതാണ്. നക്ഷത്രാധിപൻ ചൊവ്വയായതിനാൽ ഓജരാശിയിലെ ചൊവ്വക്കാർ സുബ്രഹ്മണ്യനെയും, യുഗ്മരാശിയിലാണെങ്കിൽ ഭദ്രകാളിയെയും ഭജിക്കേണ്ടതാണ്. അവിട്ടവും ചൊവ്വയും ഒത്തുവരുന്ന ദിനങ്ങളിൽ ചൊവ്വാപൂജയും രാശ്യാധിപനായ ശനിയുടെ ദിനത്തിൽ ശനി പൂജയും നടത്തുന്നത് ഉത്തമമായിരിക്കും. ഭരണി, ഉത്രിട്ടാതി, രേവതി, അവിട്ടം, മകം, പൂരം, ഉത്രം, അത്തം, ചിത്തിര എന്നീ നക്ഷത്രങ്ങൾ പ്രതികൂലങ്ങളാണ്. ചുവപ്പ്, നീല, കറുപ്പ് എന്നിവ അനുകൂല നിറങ്ങളാണ്. അവിട്ടം നക്ഷത്ര ദേവത വസുക്കളാണ്. വസുക്കളെ നിത്യവും ഭജിക്കണം. മന്ത്രം ഓം വസുഭ്യോ നമഃ എന്നാണ്. അടുത്തത് ചതയമാണ്. സൂര്യൻ, ശനി, കേതു എന്നീ ദശാകാലങ്ങളിൽ ചതയം നക്ഷത്രക്കാർ ദോഷപരിഹാരങ്ങൾ ചെയ്യുന്നത് ഉത്തമമാണ്, അല്ലെങ്കിൽ അനുഷ്ഠിക്കേണ്ടതാണ്. നക്ഷത്രാധിപനായ രാഹുവിനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ നിത്യവും ചെയ്യണം. ചതയം നാളിൽ രാഹുപൂജ നടത്തുന്നത് ശുഭകരമാണ്. രാശ്യാധിപനായ ശനിയെയും പ്രീതിപ്പെടുത്തണം. സർപ്പക്ഷേത്രങ്ങളിൽ ദർശനവും പൂജയും നടത്തുന്നതും ഉത്തമമാണ്. ഉത്രിട്ടാതി, അശ്വതി, കാർത്തിക, അത്തം, ചിത്തിര എന്നീ നക്ഷത്രങ്ങൾ പ്രതികൂലങ്ങളാണ്. കറുപ്പാണ് ചതയക്കാർക്ക് അനുകൂലമായ നിറം. ചതയം നക്ഷത്രത്തിൻ്റെ ദേവത വരുണനാണ്. നിത്യവും വരുണമന്ത്രം ജപിക്കുന്നത് ഉത്തമമാണ്. മന്ത്രം ഓം വരുണായ നമഃ എന്നാണ്. അടുത്തത് പൂരുരുട്ടാതി നക്ഷത്രമാണ്. ബുധൻ, ശുക്രൻ, ചന്ദ്രൻ എന്നീ ദശകളിൽ പൂരുരുട്ടാതി നക്ഷത്രക്കാർ ദോഷപരിഹാര കർമ്മങ്ങൾ ചെയ്തുകൊള്ളണം. നക്ഷത്രാധിപനായ വ്യാഴത്തെ പ്രീതിപ്പെടുത്തുന്നത് അല്ലെങ്കിൽ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് ഉത്തമമാണ്. രാശ്യാധിപനായ ശനിയെ പ്രീതിപ്പെടുത്തണം. വ്യാഴാഴ്ചയും പൂരുരുട്ടാതിയും ചേർന്ന് വരുന്ന ദിവസം വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക. രേവതി, രോഹിണി, ഭരണി, അത്തം, ചിത്തിര, ചോതി, വിശാഖം എന്നീ നക്ഷത്രങ്ങൾ പ്രതികൂലങ്ങളാണ്. മഞ്ഞ, കറുപ്പ്, നീല എന്നിവ അനുകൂല നിറങ്ങളാകുന്നു. പൂരുരുട്ടാതിയുടെ നക്ഷത്ര ദേവത അജൈകപാത് ആണ്. നിത്യവും ഈ ദേവതാമന്ത്രം ജപിക്കുന്നത് ഉത്തമമാണ്. ഓം അജൈകപതേ നമഃ എന്നാണ് മന്ത്രം. അടുത്തത് ഉത്രിട്ടാതിയാണ്. സൂര്യൻ, കുജൻ, കേതു എന്നീ ദശാകാലങ്ങളിൽ ഉത്രിട്ടാതി നക്ഷത്രക്കാർ ദോഷപരിഹാരങ്ങൾ ചെയ്തുകൊള്ളണം. നക്ഷത്രനാഥനായ ശനിയെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ നിത്യവും ചെയ്യുന്നത് നല്ലതാണ്. രാശിനാഥൻ വ്യാഴമാണ്. ആയതിനാൽ ഉത്രിട്ടാതിയും വ്യാഴവും ഒത്തുവരുന്ന ദിനത്തിൽ വിഷ്ണു ക്ഷേത്ര ദർശനം വളരെ ഉത്തമമാണ്. ശനിയാഴ്ച വ്രതവും അന്നദാനവും ഒക്കെ ഐശ്വര്യപ്രദമാണെന്ന് പറയുന്നു. അശ്വതി, കാർത്തിക, മകീരം, ചിത്തിര, ജ്യോതി എന്നിവ ഉത്രിട്ടാതിക്കാർക്ക് പ്രതികൂല നക്ഷത്രങ്ങളാണ്. അഹർബുദ്ധിനിയാണ് നക്ഷത്ര ദേവത. ഈ ദേവതയെ നിത്യവും ഭജിക്കുന്നത് ശ്രേയസ്കരമാണ്. മന്ത്രം ഓം അഹർബുദ്ധിന്യായ നമഃ. അടുത്തത് രേവതിയാണ്. ശുക്രൻ, രാഹു, ചന്ദ്രൻ എന്നീ ഗ്രഹങ്ങളുടെ ദശാകാലങ്ങളിൽ പരിഹാരാർത്ഥ കർമ്മങ്ങൾ ചെയ്തുകൊള്ളണം. നക്ഷത്രാധിപൻ ബുധനായതിനാൽ ബുധനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. രാശ്യാധിപതി വ്യാഴമായതിനാൽ വ്യാഴത്തെയും പ്രീതിപ്പെടുത്തുന്നത് നല്ലതാണ്. ബുധനും രേവതിയും ചേർന്ന് വരുന്ന ദിവസം പ്രത്യേക പൂജാദികൾ നടത്തണം.
ഭരണി, രോഹിണി, തിരുവാതിര, ചിത്തിര, ചോതി, വിശാഖം എന്നിവ പ്രതികൂല നക്ഷത്രങ്ങളാണ്. പച്ച, മഞ്ഞ എന്നിവ അനുകൂല നിറങ്ങളുമാണ്. ഉഷാവാണ് രേവതി നക്ഷത്രത്തിൻ്റെ ദേവത. നിത്യവും ഈ മന്ത്രം ജപിക്കുന്നത് നല്ലതാണ്. ഓം പൂഷണേ നമഃ എന്നാണ് മന്ത്രം. അപ്പോൾ ഇവിടെ 27 നക്ഷത്രങ്ങളുടെയും ഫലങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പം അടുത്ത വിഷയവുമായിട്ട് ഇനിയും വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം, ഹരി ഓം, ഹരി ഓം.